വെൽക്കം ടു our സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. നമ്മൾ 30-day ചാലഞ്ച് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ 3-ാമത്തെ ദിവസമാണ്. അപ്പോൾ ഈ 30 ദിവസത്തിനുള്ളിൽ കോൺഫിഡൻസോട് കൂടി ബേസിക് ആയ കാര്യങ്ങളെല്ലാം ഇംഗ്ലീഷിലൂടെ നമുക്ക് സംസാരിക്കുവാൻ സാധിക്കും. കഴിഞ്ഞ ക്ലാസ്സിലെ ഹോംവർക്ക് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ: I am Riya. This is my house. Second question, the answer: I am Ashish. This is my classmate. That is my car. Third question, the answer: we are Priya's relatives. This is our table. Any fourth question, the answer: I am Ruby. That is my phone. That is my seat. Any last question, the answer: I am Shreya. This is my book. Those are my papers. അപ്പോൾ ആൻസേഴ്സ് എല്ലാം കറക്റ്റ് കിട്ടിയവർക്ക് കൺഗ്രാറ്റുലേഷൻസ്. എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ വിഷമിക്കേണ്ട. നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ മിസ്റ്റേക്സിലൂടെയാണല്ലോ പഠിക്കുന്നത്. ഉറപ്പായിട്ടും ഈ 30 ഡേയ്സിനുള്ളിൽ ഈസി ആയി തന്നെ കോൺഫിഡൻ്റായി നമ്മൾ ഇംഗ്ലീഷ് സംസാരിച്ചിരിക്കും. അപ്പോൾ എല്ലാവരും ഒരു നോട്ട്ബുക്കും പെന്നും കയ്യിൽ കരുതുക. ക്ലാസ്സിൻ്റെ അവസാനം ഇന്നത്തെ ക്ലാസ് ബേസ് ചെയ്തിട്ട് ഒരു 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൻ്റെ ആൻസേഴ്സ് കമൻറ്റ് ബോക്സിൽ എഴുതുക, അല്ലെങ്കിൽ നോട്ട്ബുക്കിൽ തന്നെ നോട്ട് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മളത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഇംഗ്ലീഷിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിക്കുകയാണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ട അവസരങ്ങൾ വരുമ്പോൾ ഈസിയായി ആത്മവിശ്വാസത്തോടെ ഇംഗ്ലീഷിൽ എങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാമെന്ന് ഇന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന വാക്ക് ഹൂ. ആരാ എന്നാണ് ഹൂവിൻ്റെ അർത്ഥം. ഇവൻ ആരാ എന്നെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും? ഹൂ ഇസ് ഹീ. ഹൂ ഇസ് ഹീ. അവനാരാ, അതും നമുക്ക് ഇതന്നെ ചോദിക്കാം. ഹൂ ഇസ് ഹീ. നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു മഹാനടനാണ് ഉമ്മർ ചേട്ടൻ. നമ്മുടെ പഴയ സിനിമകളിലൊക്കെ ഉമ്മർ സാർ ഉണ്ടല്ലോ. ഉമ്മർ സാറ് ചോദിക്കാറുണ്ട്, ആരാണവൾ? അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കും? ഹൂ ഇസ് ഷീ. അവൾ എന്ന് വരുമ്പോൾ ഷീ. ഹൂ ഇസ് ഷീ. സ്നേഹ ആരാണ്? അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കും? അവളിന് പകരം സ്നേഹ എന്ന പേര് ചേർക്കുക. ഹൂ ഇസ് സ്നേഹ. ഹൂ ഇസ് സ്നേഹ. അവരാരാണ്? അവരെന്ന് വരുമ്പോൾ ദേ. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. ഈ 30-day ചാലഞ്ചിലെ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കിയിരുന്നു, ഒന്നിൽ കൂടുതൽ ആൾക്കാരുള്ള സമയത്ത് ഇസ് യൂസ് ചെയ്യരുത്, ആർ വേണം യൂസ് ചെയ്യാൻ. അവരാരാണ് എന്ന് ചോദിക്കുമ്പോൾ ഹൂ ഇസ് ദേ എന്ന് പറയുമോ, ഹൂ ആർ ദേ എന്ന് പറയുമോ? വെരി ഗുഡ്. ഹൂ ആർ ദേ?
അവരാരാണ്? ഹൂ ആർ ദേ? ഇനി ചില തത്വചിന്തകർ ചോദിക്കും, ഞാൻ ആരാണ്? അതെങ്ങനെ ചോദിക്കും? ഹൂ ആം ഐ? ഐന്റെ കൂടെ എപ്പോഴും ആം ആണ് വരിക. ഹൂ ആം ഐ? ഇതാരാന്ന് എങ്ങനെ ചോദിക്കും? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, ഇത് എന്ന് പറയുമ്പോൾ ഏത് വാക്ക് ഉപയോഗിക്കണം? ദിസ്. അത് എന്ന് പറയുമ്പോൾ ദാറ്റ്. ഇതാരാണെന്ന് എങ്ങനെ ചോദിക്കും? ഹൂ ഇസ് ദിസ്? അതാരാണ്? ഹൂ ഇസ് ദാറ്റ്? ഇവരെല്ലാം ആരാണ്? ഇവരെല്ലാം വരുമ്പോൾ ദീസ്. ഹൂ ആർ ദീസ്? അവരെല്ലാം ആരാണ്? അവരെല്ലാം നമ്മൾ ഇംഗ്ലീഷിൽ ദോസ് എന്ന് പറയും. ഒന്നിൽ കൂടുതൽ ആൾക്കാരില്ലേ? അപ്പോൾ ഈസ് ആണോ ആറാണോ യൂസ് ചെയ്യേണ്ടത്? ആർ. ഹൂ ആർ ദോസ്? അവരെല്ലാം ആരാണ്? പ്രിയയുടെ അമ്മ ആരാണ് എന്ന് നമ്മൾ എങ്ങനെ ചോദിക്കും? ഇപ്പോൾ ഒരു പാരന്റ് ടീച്ചർ മീറ്റിംഗ് സ്കൂളിൽ നടക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ടീച്ചർ ചോദിക്കുകയാണ്, പ്രിയയുടെ അമ്മ ആരാണ്? അവിടെ വന്ന പാരന്റ്സിനോട് ചോദിക്കുകയാണ്, പ്രിയയുടെ അമ്മ ആരാണ്? ഹൂ ഇസ് പ്രിയാസ് മദർ? ഹൂ ഇസ് പ്രിയാസ് മദർ? പ്രിയയുടെ അമ്മ. അവളുടെ മാനേജർ ആരാണ്? അവളുടെ മാനേജർ, അവൾ ജോലി ചെയ്യുന്ന ഓഫീസിൽ അവളുടെ മാനേജർ ആരാണ്? ഹൂ ഇസ് ഹർ മാനേജർ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, അവളുടെ എന്ന് പറയുമ്പോൾ ഹർ. ഹൂ ഇസ് ഹർ മാനേജർ? എൻ്റെ മാനേജർ ആരാണ്? അതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും? ഹൂ ഇസ്, എൻ്റെ എന്ന് പറയുമ്പോൾ മൈ എന്ന വാക്ക് ഉപയോഗിക്കുക. ഹൂ ഇസ് മൈ മാനേജർ? അവരുടെ മാനേജർ ആരാണ്? ഹൂ ഇസ് their മാനേജർ? ഞങ്ങളുടെ മാനേജർ ആരാണ്? ഹൂ ഇസ് അവർ മാനേജർ? അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുവാൻ സാധിക്കും. ആരാ എന്ന ക്വസ്റ്റ്യൻസ് ഹൂ യൂസ് ചെയ്ത് ഇങ്ങനെ നമുക്ക് ചോദിക്കാം. ഇനി നമുക്ക് അടുത്തൊരു സെറ്റ് എടുക്കാം. ഹൗ? എങ്ങനെയുണ്ട്? എങ്ങനെ? അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ഹൗ യൂസ് ചെയ്താൽ മതി. ഒരു വ്യക്തി ഹോസ്പിറ്റലിലാണെന്ന് വിചാരിക്കുക. അവൻ എങ്ങനെയുണ്ട് എന്ന് നമ്മൾ ചോദിക്കുകയാണ്. അവന് എങ്ങനെ ഉണ്ട്? ഹൗ ഇസ് ഹി? ഹൗ ഇസ് ഹി? അവൻ എങ്ങനെ ഉണ്ട്? അവന് ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നെങ്ങനെ ചോദിക്കും? ഹൗ ഇസ് ഹി നൗ? ഇപ്പോൾ എന്നതിന് നൗ അവസാനം ഉപയോഗിക്കുക. ഹൗ ഇസ് ഹി നൗ? അവൾക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്? ഹൗ ഇസ്, അവൾ എന്ന് വരുമ്പോൾ ഷീ. ഹൗ ഇസ് ഷീ നൗ?
ഹൗ ഇസ് ഷീ നൗ? അവർക്കിപ്പോൾ എങ്ങനെയുണ്ട്? അതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും? ഹൗ ആർ ദേ നൗ? ഹൗ ആർ ദേ നൗ? അവരെന്ന് പറയുമ്പോൾ ദേ യൂസ് ചെയ്യുക. ഞങ്ങൾക്കിപ്പോൾ എങ്ങനെയുണ്ട്? ആ സെന്റൻസ് എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും? ഞങ്ങൾക്കിപ്പോൾ എങ്ങനെയുണ്ട്? ഞങ്ങൾ എന്ന് പറയുമ്പോൾ വി. ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകളല്ലേ? ഈസ് ആണോ ആറാണോ വരിക? വെരി ഗുഡ്. ഹൗ ആർ വി നൗ? ഞങ്ങൾക്കിപ്പോൾ എങ്ങനെയുണ്ട്? ഹൗ ആർ വി നൗ? എനിക്കിപ്പോൾ എങ്ങനെയുണ്ട് എന്നെങ്ങനെ ചോദിക്കണം? ഹൗ ആം ഐ നൗ? ഹൗ ആം ഐ നൗ? അപ്പോൾ ഇനി നമ്മൾ ഷോപ്പിങ്ങിന് പോവുകയാന്ന് വിചാരിക്കുക. ഇതെങ്ങനെയുണ്ട്? അതെങ്ങനെ നമ്മൾ ചോദിക്കും? ഇതെങ്ങനെയുണ്ട്? ഇത് എന്ന് വരുമ്പോൾ ഏത് വാക്ക് യൂസ് ചെയ്യണം? ദിസ്. ഇതെങ്ങനെയുണ്ട്? ഹൗ ഇസ് ദിസ്? അതെങ്ങനെയുണ്ട്? ഹൗ ഇസ് ദാറ്റ്? ഹൗ ഇസ് ദാറ്റ്? ഇതെല്ലാം എങ്ങനെയുണ്ട്? എങ്ങനെയെന്ന് വരുമ്പോൾ നമ്മൾ ഏത് വാക്ക് ഉപയോഗിക്കണം? ഹൗ. ഇതെല്ലാം എങ്ങനെയുണ്ട്? ഹൗ ആർ ദീസ്? ഹൗ ആർ ദീസ്? അതെല്ലാം എങ്ങനെയുണ്ട്? അതെല്ലാം എന്ന് വരുമ്പോൾ ദീസ് ആണോ ദോസ് ആണോ വരിക? ദോസ്. ഒന്നിൽ കൂടുതൽ വസ്തുക്കളെ കുറിച്ച് നമ്മൾ പറയുകയാണ്. ഹൗ ഇസ് ദോസ് എന്ന് വരില്ല. ഹൗ ആർ ദോസ്? അതെല്ലാം എങ്ങനെ ഉണ്ട്? അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഹൗ യൂസ് ചെയ്ത് ഇങ്ങനത്തെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കുവാൻ സാധിക്കും. ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു സെറ്റും കൂടെ നോക്കാം. ഹൗ ഇസ് മൈ കുക്കിംഗ്? നമ്മൾ ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ട് നമ്മൾ ചോദിക്കുകയാണ്, എൻ്റെ പാചകം എങ്ങനെയുണ്ട്? ഹൗ ഇസ് എൻ്റെ പാചകം? മൈ കുക്കിംഗ്. ഹൗ ഇസ് മൈ കുക്കിംഗ്? അവളുടെ പാചകം എങ്ങനെയുണ്ട് എന്നെങ്ങനെ ചോദിക്കും? അവളുടെ പാചകം എങ്ങനെയുണ്ട്? വെരി ഗുഡ്. ഹൗ ഇസ് ഹർ കുക്കിംഗ്? ഹൗ ഇസ് ഹർ കുക്കിംഗ്? അനുവിൻ്റെ പാചകം എങ്ങനെയുണ്ട്? അനുവിൻ്റെ പാചകം പറയുമ്പോൾ അനൂസ് കുക്കിംഗ്. ഹൗ ഇസ് അനൂസ് കുക്കിംഗ്? ഹൗ ഇസ് അനൂസ് കുക്കിംഗ്? അവൻ്റെ പാചകം എങ്ങനെയുണ്ട് എന്നെങ്ങനെ ചോദിക്കണം? അവൻ്റെ പാചകം എന്ന് വരുമ്പോൾ ഹിസ് കുക്കിംഗ്. അവൻ്റെ പാചകം എങ്ങനെയുണ്ട്? അപ്പം അതെങ്ങനെ ഇംഗ്ലീഷിൽ വരും? ഹൗ ഇസ് ഹിസ് കുക്കിംഗ്? ഹൗ ഇസ് ഹിസ് കുക്കിംഗ്? അവരുടെ പാചകം എങ്ങനെയുണ്ട്? അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കും? ഹൗ ഇസ് ദെയർ കുക്കിംഗ്? അവരുടെ പാചകം. ഹൗ ഇസ് ദെയർ കുക്കിംഗ്? ഞങ്ങളുടെ പാചകം എങ്ങനെയുണ്ട്?
How is our cooking? How is our cooking? ഞങ്ങളുടെ പാചകം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് പേരുണ്ടെങ്കിലും എല്ലാവരും ഒരുമിച്ചാണ് കുക്ക് ചെയ്തത്. അതുകൊണ്ടാണ് ഹൗ ഇസ് അവർ കുക്കിംഗ് എന്ന് വന്നത്. ഹൗ ആർ അവർ കുക്കിംഗ് എന്നല്ല, നമ്മൾ ഒരുമിച്ച് കുക്ക് ചെയ്തത് കാരണം ഹൗ ഇസ് അവർ കുക്കിംഗ്. ഞങ്ങളുടെ പാചകം എങ്ങനെയുണ്ട്? അപ്പോൾ ഈ രീതിയിൽ നമുക്ക് അഭിപ്രായങ്ങളും ഹൗ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ചോദിക്കുവാൻ സാധിക്കും. നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്ന സെറ്റ് വെൻ, എപ്പോൾ. ഇതെപ്പോഴാണ്? അതെങ്ങനെ ചോദിക്കും? ഇത് എപ്പോഴാണ്? വെൻ ഇസ് ദിസ്. അതെപ്പോഴാണ്? വെൻ ഇസ് ദാറ്റ്. ഇതെല്ലാം എപ്പോഴാണ്? വെൻ ആർ ദീസ്. ഇതെല്ലാം എന്ന് പറയുമ്പോൾ ദീസ് യൂസ് ചെയ്യുക. ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. ഇതെല്ലാം എപ്പോഴാണെന്ന് നമ്മൾ ചോദിക്കുകയാണ്. വെൻ ആർ ദീസ്. അതെല്ലാം എപ്പോഴാണ്? ആ പറഞ്ഞ പ്രോഗ്രാംസ് എല്ലാം, അതെല്ലാം എപ്പോഴാണ്? ഇങ്ങനെ ഒരു സമയത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ എപ്പോഴും നമ്മൾ വെൻ യൂസ് ചെയ്യുക. അതെല്ലാം എപ്പോഴാണ്? വെൻ ആർ ദോസ്. വെൻ ഇസ് ദ പ്രോഗ്രാം. പ്രോഗ്രാം എപ്പോഴാണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിരുന്നു. സ്പെസിഫിക് ആയിട്ടൊരു കാര്യം പറയുമ്പോൾ ദ യൂസ് ചെയ്യുക. പ്രോഗ്രാം എപ്പോഴാണെന്ന് ചോദിക്കുമ്പോൾ നമുക്കും അറിയാം, കേൾക്കുന്നവർക്കും അറിയാം ഏത് പ്രോഗ്രാമിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് എന്ന്. അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറയുന്ന സമയത്ത് ദ യൂസ് ചെയ്യുക. പ്രോഗ്രാം എപ്പോഴാണ്? വെൻ ഇസ് ദ പ്രോഗ്രാം. വെൻ ഇസ് പ്രോഗ്രാം എന്ന് പറയില്ല. വെൻ ഇസ് ദ പ്രോഗ്രാം. ഫംഗ്ഷൻ എപ്പോഴാണെന്ന് എങ്ങനെ ചോദിക്കും? പ്രോഗ്രാം മാറ്റി അവിടെ ഫംഗ്ഷൻ വെക്കുക. വെൻ ഇസ് ദ ഫംഗ്ഷൻ. എക്സാം എപ്പോഴാണെന്ന് എങ്ങനെ ചോദിക്കും? വെരി ഗുഡ്. വെൻ ഇസ് ദ എക്സാം. അവന്റെ എക്സാം എപ്പോഴാ? അവന്റെ എക്സാം എപ്പോഴാണ്? വെൻ ഇസ് അവന്റെ എക്സാം എന്ന് വരുമ്പോൾ ഹിസ് എക്സാം. വെൻ ഇസ് ഹിസ് എക്സാം. അവന്റെ എക്സാം എപ്പോഴാണ്? ഇനി അവന് ഒന്നിൽ കൂടുതൽ എക്സാംസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഹിസ് എക്സാംസ് എന്ന് വരും. ഒന്നിൽ കൂടുതലുള്ള സമയത്ത് ഇസ് ആണോ ആറാണോ യൂസ് ചെയ്യേണ്ടത്? ആർ. വെൻ ആർ ഹിസ് എക്സാംസ്. അവന്റെ എക്സാം എല്ലാം എപ്പോഴാണ്? വെൻ ആർ ഹിസ് എക്സാംസ്. ഇത് എക്സാം, എല്ലാ എക്സാമിനെയും കുറിച്ച് നമ്മൾ ചോദിക്കുകയാണ്. ഒരു എക്സാമിനെ കുറിച്ച് ചോദിക്കുമ്പോൾ എങ്ങനെ ചോദിക്കണം? വെൻ ഇസ് ഹിസ് എക്സാം. അവന്റെ ആ ഒരു എക്സാം എപ്പോഴാണ്? വെൻ ഇസ് ഹിസ് എക്സാം. സ്നേഹയുടെ എക്സാം എപ്പോഴാണ്? അതെങ്ങനെ ചോദിക്കും? സ്നേഹയുടെ എക്സാം എപ്പോഴാണ്? വെൻ ഇസ് സ്നേഹാസ് എക്സാം. വെൻ ഇസ് സ്നേഹാസ് എക്സാം. സ്നേഹയുടെ എക്സാംസ് എപ്പോഴാണ്? എല്ലാ എക്സാമിനെയും കുറിച്ച് നമ്മൾ ചോദിക്കുകയാണ്.
സ്നേഹയുടെ എക്സാംസ് എപ്പോഴാണ്? അതെങ്ങനെ വരും? വെൻ ഇസ് ആണോ ആരാണോ? ആർ. വെൻ ആർ സ്നേഹാസ് എക്സാംസ്? വെൻ ആർ സ്നേഹാസ് എക്സാംസ്? സ്നേഹയുടെ എക്സാംസ് എപ്പോഴാണ്? അവരുടെ എക്സാം എപ്പോഴാണ്? അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? അവരുടെ എക്സാം എപ്പോഴാണ്? When is their exam? When is their exam? അവരുടെ എക്സാംസ് എപ്പോഴാണ്? ഒന്നിൽ കൂടുതൽ എക്സാംസ് ഉണ്ട്. When are their exams? When are their exams? ഇനി ചോദിക്കുകയാണ്, നമ്മുടെ എക്സാം എപ്പോഴാണ്? നല്ല പങ്ക്ച്വാലിറ്റി ഉള്ള കുട്ടികളാ തോന്നുന്നു. അവർ തമ്മിൽ ചോദിക്കുകയാണ്, നമ്മുടെ എക്സാം എപ്പോഴാണ്? When is our exam? നമ്മുടെ എക്സാം എന്ന് വരുമ്പോൾ അവർ എക്സാം. നമ്മുടെ വീട് എന്നെങ്ങനെ പറയും? അവർ ഹോം. നമ്മുടെ ബുക്ക് അവർ ബുക്ക്. നമ്മുടെ എക്സാം എപ്പോഴാണ്? When is our exam? When is our exam? നമ്മുടെ എക്സാംസ് എപ്പോഴാണ്? നമ്മുടെ പരീക്ഷകളൊക്കെ എപ്പോഴാണ്? When are our exams? When are our exams? എൻ്റെ എക്സാം എപ്പോഴാണ്? ഞാൻ ഒരു എക്സാമിനെ കുറിച്ചാണ് ചോദിക്കുന്നത്, അതും എൻ്റേതാണ്. എൻ്റെ എക്സാം എപ്പോഴാണ്? When is എൻ്റെ എന്ന് പറയുമ്പോൾ my exam. When is my exam? എൻ്റെ എക്സാംസ് എപ്പോഴാണ്? ഞാൻ എല്ലാ എക്സാമിനെയും കുറിച്ച് ചോദിക്കുകയാണ്. അപ്പോൾ എങ്ങനെ വരും? എസ് ആണോ ആറാണോ വരിക? ആർ. കാരണം ഒന്നിൽ കൂടുതൽ എക്സാംസിനെ കുറിച്ച് ചോദിക്കുകയാണ്. When are my exams? When are my exams? അപ്പോൾ ഈ രീതിയിൽ സമയത്തെക്കുറിച്ച് നമുക്ക് when യൂസ് ചെയ്ത് പറയുവാൻ സാധിക്കും. ഇനി ഇന്നത്തെ ലാസ്റ്റ് സെറ്റ് നമ്മൾ എടുക്കുകയാണ്. ഈ സെറ്റ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന വാക്കാണ് എന്താ? അതന്നെ വാക്ക് വാട്ട്. എന്താ? ഇതെന്താ? അതെങ്ങനെ ചോദിക്കും? വാട്ട് ഇസ് ദിസ്? അതെന്താ? വാട്ട് ഇസ് ദാറ്റ്? ഇതെല്ലാം എന്താ? കുട്ടികൾ ചിലപ്പോൾ അവിടെ ഇവിടെയുമാക്കി ഓരോന്ന് വെക്കുമ്പോൾ ഇതെല്ലാം എന്താ ഇത് നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ ചോദിക്കാം. വാട്ട് ആർ ദീസ്? ഇനി അവിടെയും അതേപോലെ വെച്ചിരിക്കുകയാണെങ്കിൽ അതെല്ലാം എന്താ എന്ന് ചോദിക്കാം. അതെങ്ങനെ ചോദിക്കും? വാട്ട് ആർ ദോസ്? വാട്ട് ആർ ദോസ്? അതെല്ലാം എന്താ? ഇതെല്ലാം എന്താന്ന് എങ്ങനെ പറയും? ഇതെല്ലാം ദീസ്. വാട്ട് ആർ ദീസ്? ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് യോർ നെയിം? നിന്റെ പേര് എന്താ? വാട്ട് ഈസ്. ഇനി നമുക്ക് ചോദിക്കേണ്ട കാര്യം ചോദിക്കുക. യോർ നെയിം. നിന്റെ പേര് എന്താ?
അവന്റെ പേരെന്താ എന്നെങ്ങനെ ചോദിക്കും? അവന്റെ പേരെന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഹിസ് നെയിം. അവന്റെ പേരെന്താ? വാട്ട് ഈസ് ഹിസ് നെയിം? അവളുടെ പേരെന്താ? വാട്ട് ഈസ് ഹർ നെയിം? വാട്ട് ഈസ് ഹർ നെയിം? ഇനി കുറച്ച് വ്യക്തികൾ അവിടെയുണ്ട്. അവരുടെ നെയിംസ് എന്താ? അപ്പോൾ എല്ലാവർക്കും ഒരു പേര് വരില്ലല്ലോ. വാട്ട് ഇസ് എന്നാണോ വാട്ട് ആർ എന്നാണോ അപ്പോൾ വരിക? വാട്ട് ആർ their names? അവരുടെ പേരുകൾ എന്താ? വാട്ട് ആർ their names? ഇനി നമുക്ക് വാട്ടിന്റെ ഒരു 3 ക്വസ്റ്റ്യൻസും കൂടെ നോക്കാം. സമയം എന്താ? അതെങ്ങനെ ചോദിക്കും? സമയം എന്താ? വാട്ട് ഇസ് ദ ടൈം? നമ്മൾ സമയം എത്രയായി എന്ന് ചോദിക്കും. പക്ഷെ ഇംഗ്ലീഷിൽ ചോദിക്കുമ്പോൾ സമയം എന്താ എന്ന രീതിയിൽ വേണം ചോദിക്കാൻ. വാട്ട് ഇസ് ദ ടൈം? അഡ്രസ് എന്താ? അഡ്രസ് എന്താ എന്നെങ്ങനെ ചോദിക്കും? വാട്ട് ഇസ് ദ അഡ്രസ്? വാട്ട് ഇസ് ദ അഡ്രസ്? അപ്പോൾ നമ്മൾ സ്പെസിഫിക് ആയിട്ടൊരു അഡ്രസ്സിനെ കുറിച്ച് ചോദിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ദ അഡ്രസ് യൂസ് ചെയ്യുക. നമ്മളിപ്പോൾ ആ സമയത്തെക്കുറിച്ച് ചോദിക്കുന്ന കൊണ്ട് വാട്ട് ഇസ് ദ ടൈം എന്ന് യൂസ് ചെയ്തു. അതേപോലെ അഡ്രസ് എന്താ? വാട്ട് ഇസ് ദ അഡ്രസ്? ഇനി നമ്മൾ ഷോപ്പിങ്ങിന് പോവുകയാന്ന് വിചാരിക്കുക. നേരത്തെ നമ്മൾ വിചാരിച്ചു, ഒന്നുകൂടെ വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു വസ്തു എടുത്തിട്ട് പ്രൈസ് എത്രയായെന്ന് ചോദിക്കുകയാണ്. പ്രൈസ് എത്രയാന്ന് ചോദിക്കുകയാണ്. അത് നമുക്ക് ഈ രീതിയിലും ചോദിക്കാം. വാട്ട് ഇസ് ദ പ്രൈസ്? പ്രൈസ് എന്താ? ഇതിന്റെ വില എന്താ? വാട്ട് ഇസ് ദ പ്രൈസ്? വാട്ട് ഇസ് ദ പ്രൈസ്? അപ്പോൾ ഈ രീതിയിൽ ഈസിയായി നമുക്ക് ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുവാൻ സാധിക്കും. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ഒരു 3-4 പാറ്റേൺസ് ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ നോക്കും. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് വേറെ കുറേ സെറ്റ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഇതെല്ലാം നമുക്ക് ഡെയിലി യൂസിന് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇന്നത്തെ ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ഞാൻ പറയാം. 5 ക്വസ്റ്റ്യൻസ് ഹോംവർക്ക് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ആൻസേഴ്സ് ഉറപ്പായിട്ടും ട്രൈ ഔട്ട് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ ആൻസേഴ്സ് ഇടുക. അല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയുന്ന സമയത്ത് നിങ്ങളുടെ നോട്ട്ബുക്കിലൂടെ ചെക്ക് ചെയ്താലും മതി. അപ്പോൾ ഞാൻ പറയുന്ന 5 ക്വസ്റ്റ്യൻസും ഇംഗ്ലീഷിലേക്ക് ആക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അവളുടെ പേര് എന്താ? ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫംഗ്ഷൻ എപ്പോഴാണ്? അല്ലെങ്കിൽ എപ്പോഴാണ് ഫംഗ്ഷൻ? തേർഡ് ക്വസ്റ്റ്യൻ, സോനയുടെ ഫേവറേറ്റ് ഭക്ഷണം എന്താണ്? സോനയുടെ ഫേവറേറ്റ് ഭക്ഷണം എന്താ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിമിയുടെ സിസ്റ്റർ ആരാ? ആരാ റിമിയുടെ സിസ്റ്റർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മീറ്റിംഗ് എപ്പോഴാണ്? മീറ്റിംഗ് എപ്പോഴാണ്? ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അവൻ പാടുന്നത് എങ്ങനെയുണ്ട്? അവൻ പാടുന്നത് എങ്ങനെ ഉണ്ട്?
അപ്പോൾ ഈ 5 ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലേക്ക് മാറ്റുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇത് ആൻസേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ അത് ഉറപ്പായിട്ടും ചോദിക്കുക. ആൻസേഴ്സ് ഉറപ്പായിട്ടും പറയുന്നതായിരിക്കും. And so, see you in the next video. Have a nice day.